ലഹരി വിപത്തിനെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടിയും രക്ഷിതാവും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ, സഭ്യേതര സംഭാഷണങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തണം. പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും അധ്യാപകർക്ക് പരിശീലനം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി വ്യാപനം ചെറുക്കാൻ വിവിധ മേഖലകളിൽ ഉള്ളവരുമായി നടത്തിയ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിലെ കുട്ടികളുടെയും യുവാക്കളുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, അക്രമം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രതിരോധിക്കുക, സുരക്ഷിതവും ആരോഗ്യകരവുമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് നിയമസഭാ ഹാളിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ സർക്കാർ നടപടി കൊണ്ട് മാത്രം കഴിയില്ല. ലഹരിയെ വേരോടെ അറുത്തുമാറ്റാൻ സാമൂഹിക ഇടപെടൽ വേണം. പ്രശ്നത്തെ കയ്യും കെട്ടി നിഷ്ക്രിയരായി നോക്കി നിൽക്കാൻ കഴിയില്ല. തെറ്റുകൾ തിരുത്തി നാശത്തിലേക്ക് തള്ളിവിടാതെ അവസാനത്തെ ആളെപ്പോലും രക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരെ നാശത്തിലേക്ക് തള്ളിവിടാതെ അവരിലെ അവസാനത്തെ ആളെപ്പോലും രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. കുട്ടികൾ ലഹരിയിലേക്കും ആയുധങ്ങളിലേക്കും എത്തുന്ന സാഹചര്യം കണ്ടെത്തണം. മയക്കുമരുന്ന് മുതൽ അന്ധവിശ്വാസത്തിന്റെ ഓജോ ബോർഡുകൾ വരെ കുട്ടികളെ സ്വാധീനിക്കുന്നു. കുഞ്ഞു മനസ്സിൽ അന്യതാബോധമുണ്ടാകുന്നു. കളിക്കാൻ പോലും കുട്ടികൾക്ക് സമയമില്ലാത്ത സാഹചര്യം. ഇത് മയക്കുമരുന്ന് ഏജന്റുമാർ മുതലെടുക്കുന്നു. മനുഷ്യരൂപം മാത്രമുള്ള ജീവിയായി കുട്ടികൾ മാറുന്നുവെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ലഹരിയെ പ്രതിരോധിക്കാൻ അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു പദ്ധതി സർക്കാർ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ കാലത്തിനനുസരിച്ച് അധ്യാപനത്തിലും മാറ്റങ്ങൾ ആവശ്യമല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അധ്യാപകരിൽ ചിലര് പ്രാഥമികമായി മനഃശാസ്ത്ര കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നവരായി മാറണ്ടേ? അതിനാവശ്യമായ പ്രത്യേക പരിശീലനം വേണ്ടിവരും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകൾ ലഹരിക്കെതിരായ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെ കീഴിലായിരിക്കും സർക്കാർ ലഹരിക്കെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കുക. 24 തിരുവനന്തപുരം.